ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണിയിൽ ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളുടെ തൂക്കം കുറഞ്ഞതിൽ വിശദമായ പരിശോധന നടത്താനാണ് നീക്കം. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണിയിൽ വീഴ്ച കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. എ പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കെയുള്ള ദേവസ്വം ബോർഡ് നടപടി ചട്ടവിരുദ്ധമെന്ന് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. അന്ന് പാളികൾ തിരിച്ചെത്തിയപ്പോൾ തൂക്കം കുറഞ്ഞു എന്ന് സംശയമുണ്ട്. ഹൈക്കോടതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചു. ശബരിമലയിലെ സ്വർണം പൂശിയ പാളികളിലുണ്ടായ തൂക്കക്കുറവിൽ സ്പോൺസർ കൂടിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് അന്വേഷണം നീളുന്നത്. 2019-ൽ അറ്റകുറ്റപ്പണിക്കായി പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം നിലയ്ക്ക് കൊണ്ടുപോയി. 1 മാസത്തോളം കൈവശം വച്ച ശേഷമാണ് സ്വർണം പൂശി തിരികെ എത്തിച്ചത്. അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ അറിയാതെ പാളികൾ പുനഃസ്ഥാപിച്ചു. സ്വർണം പൂശിയിട്ടുള്ള സാധനമാണെങ്കിൽ ഇത് അവിടെ ചെന്നപ്പോൾ ചെമ്പായി മാറിയതിൻ്റെ ഇടയ്ക്കുള്ള പീരീഡിലായിരിക്കണം ഇത് പോകാനെന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഈ 1 മാസം സാധനം എവിടെ പോയി അത് അന്വേഷിക്കപ്പെടണ്ടേ? അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൃത്യത മനസ്സിലാവും. 2025-ലും സ്വന്തം നിലയ്ക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോകാമെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചെങ്കിലും അനുമതി നൽകിയില്ല. 2019-ലെ അറ്റകുറ്റപ്പണിയിലും ഉദ്യോഗസ്ഥ വീഴ്ചയിലും സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ദുരൂഹമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ദുരൂഹതയെ സംബന്ധിച്ച് അന്വേഷണം വേണം. അത് ഞങ്ങൾക്ക് പക്ഷേ കോടതിയോട് മാത്രമേ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. അതിനിടെ 2019-ൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയല്ല തിരികെ കൊണ്ടുവന്നതെന്ന് പഞ്ചലോഹ നിർമ്മാതാക്കളായ ചെങ്ങന്നൂർ തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കർ പ്രതികരിച്ചു. 20 മിനിറ്റ് എടുക്കുന്ന ഒരു പരിപാടിക്കാണ് ഇവർ 5-10 ദിവസം കൊണ്ട് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം 40 ദിവസത്തോളം അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണെന്നാണ് പറയുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും അപ്പം അതല്ല വന്നിരിക്കുന്നത്. ആ വെയിറ്റ് മാറേണ്ട ഒരു സാഹചര്യവും അതിന്റെ ടെക്നിക്കൽ ഇതിനകത്തില്ല. വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സഹായി വാസുദേവനെയും ദേവസ്വം വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.